BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ മേൽനോട്ടത്തിൽ 2 DYSPമാർ നയിക്കുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല. അതേസമയം കേസിൽ അധ്യാപകനായ ഡോക്ടർ റാം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ക്രൈംബ്രാഞ്ച് DYSPമാരായ സുധീർ കല്ലനും ജീവൻ ജോർജിനുമാണ് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ചുമതല. അടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരത്തെത്തി നിതിൻ്റെ കുടുംബത്തിൻ്റെ മൊഴിയെടുക്കും. ലോണാപ്പുമായി ബന്ധപ്പെട്ട് കോളേജ് അധ്യാപിക ലതയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. കോളേജിലെ മറ്റ് അധ്യാപകർ, ജീവനക്കാർ, നിതിൻ്റെ സഹപാഠികൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് അധികൃതരുടെ തീരുമാനം. നിതിൻ രാജിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലമടക്കം പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. നിർണായകമാകുന്ന ഈ വിവരങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാകും അന്വേഷണം മുന്നോട്ടു പോവുക. ഏപ്രിൽ 30-ന് DGP ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചത്. നിതിന്റെ മരണവും ലോണാപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രണ്ടായി തന്നെയാണ് സംഘം അന്വേഷിക്കുന്നത്. കഴിഞ്ഞ മാസം 10-ന് ഉച്ച കഴിഞ്ഞാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചത്. ജനം, കണ്ണൂർ.